വെൽക്കം ടു ചാപ്റ്റർ 1 സിവിൽ. നമ്മൾ ഇന്ന് ഇൻഡിറ്റർമിനസിയുടെ കാര്യങ്ങളാണ്, കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് നോക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഇക്വേഷൻസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് തന്നെ തുടങ്ങാം. പിന്നെ 2 ഡയമെൻഷണൽ ബീം ആൻഡ് ഫ്രെയിമിൻ്റെ കേസിലെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ ഇക്വേഷനാണ്. DS എന്ന് പറയുന്നത് അൺനോൺ ഫോഴ്സസ് മൈനസ് നോൺ ഫോഴ്സസ് ആണ്. അൺനോൺ എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻസും മെമ്പർ ഫോഴ്സസും ആണ് അൺനോൺ ആയിട്ടുള്ളത് ഒരു സ്ട്രക്ചറിൽ. അവിടെ നോൺ ആയിട്ടുള്ളത് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയവും റിലീസ്ഡ് റിയാക്ഷൻസും ആണ്. RE എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. M എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ J ആണെങ്കിൽ നമ്പർ ഓഫ് ജോയിൻറ്റ്സ് ആണ്. അതും ബീമിൻ്റെ ഫ്രെയിമിൻ്റെയും കൗണ്ട് ചെയ്തെടുക്കേണ്ടതാണ്. RR എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിലീസ്ഡ് റിയാക്ഷൻസ് ആണ്. ഇവിടെ നമുക്കറിയാം എമ്മിനും ജെയ്ക്കും ഒരു പ്രിഫിക്സ് എന്ന് പറയുന്ന 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ് ബീമിൻ്റെയും ഫ്രെയിമിൻ്റെയും ഇപ്പോൾ ബീമിൻ്റെ കേസിൽ ഒരു മെമ്പറിൽ 3 മെമ്പർ ഫോഴ്സസ് ആണ്. അപ്പോൾ എത്ര മെമ്പർ ഉണ്ടോ അതിന് 3 ടൈംസ് ആയിരിക്കും മെമ്പർ ഫോഴ്സസ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് 3 കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ജോയിൻറ്റിൽ 3 ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയമാണ് 2D ഡയമെൻഷനിലുള്ളത്. അതുകൊണ്ടാണ് 3 വന്നിരിക്കുന്നത്. അപ്പോൾ 3 ടൈംസ് ആണ് J, 3 ടൈംസ് J, അത്രയും ഇക്വേഷൻസ് അവിടെ നോൺ ആണ്. ഇനി അത് 3Dയുടെ കേസിൽ വരുമ്പോൾ അവിടെ മെമ്പർ ഫോഴ്സസ് 6 ആയിരുന്നു, ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം 6 ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ആ 3 വന്നെടുത്ത 2Dയുടെ കേസിൽ 3 വന്നതെല്ലാം ഇവിടെ 6 ആയിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ DS = 6M + RE - 6J + RR ആണ്. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് നോക്കാം. അപ്പോൾ ഇവിടെ DS എന്ന് പറയുന്നത് DSE എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി പ്ലസ് ഇൻറ്റേർണൽ സ്റ്റാറ്റിക് ഡിറ്റർമിനസി ആണ്. ഇന്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ ഇക്വേഷനാണിത്. ഇനി രണ്ടാമത്തെ ടേം, അതായത് DSI ഇൻറ്റേർണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി നോക്കാം. അപ്പോൾ ഇവിടെ മെമ്പർ ഫോഴ്സസ് ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നു, പക്ഷേ നമുക്കിവിടെ ഒരു ഷോർട്ട് കട്ട് കൂടെ ഉണ്ട്. നമുക്ക് ആദ്യം ജസ്റ്റ് മെയിൻ ഇക്വേഷൻ നോക്കാം. ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അത് പഠിച്ചാൽ മതി. ഇതിപ്പോൾ 2Dയുടെ കേസിലായിരുന്നു 3M. അപ്പോൾ ജസ്റ്റ് 6 ആയിട്ട് റീപ്ലേസ് ചെയ്ത 3Dയുടെ കേസ് കിട്ടി. അപ്പോൾ 6M - 6J - 6 + RR ആണ് 3Dയുടെ കേസിൽ ഇൻറ്റേർണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ ഇക്വേഷൻ വരാം. ഇനി ഷോർട്ട് കട്ടായിട്ട് പറയുകയാണെങ്കിൽ DSIക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ടാണ്. ഇതിലൂടെ ഈ ഇക്വേഷൻ വലിയ ഇക്വേഷൻ പഠിക്കുന്നതിനേക്കാൾ എളുപ്പം അതാണ്. അപ്പോൾ DSI = ഇത് ബീമിനും ഫ്രെയിമിനും, ഒരിക്കൽ കൂടി പറയുന്നത് ബീമിനും ഫ്രെയിമിനും ആപ്ലിക്കബിളായ കാര്യമാണ് ഈ പറയുന്നത്. DSI ഇൻറ്റേർണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി DSIയുടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് 3C - RR ആണ്. അത് 2Dയുടെ കേസിൽ 3C. 3Dയുടെ കേസിൽ അതിന് മുന്നേ C എന്താണ്? C എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്ലോസ്ഡ് ലൂപ്സ് ആണ്. ഇത് ഇത്തിരി ക്ലിയർ ആവും. നമുക്ക് 2 പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ ക്ലിയർ ആവും. C എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്ലോസ്ഡ് ലൂപ്സ് ആണ്. ഇനി 3D ആണെങ്കിൽ 3 മാറ്റിയിട്ട് അവിടെ 6 കൊടുക്കണം. അപ്പോൾ 6C - RR ആയി. RR എന്താണെന്ന് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, റിലീസ്ഡ് റിയാക്ഷൻസ് ആണ്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നമ്പർ 1 നോക്കാം. ഒരു 2Dയുടെ കേസാണ്. ക്വസ്റ്റ്യനിൽ 2D എന്ന് തന്നിട്ടില്ല, പ്ലെയിൻ ഫ്രെയിം എന്ന് മാത്രമേ ഉള്ളൂ. സോ പ്ലെയിൻ കാണുമ്പോൾ തന്നെ പിന്നെ അണ്ടർസ്റ്റുഡ് ആയിരിക്കണം ഇറ്റ്സ് എ 2D കേസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ 2 അല്ലെങ്കിൽ 2 രീതിയിലും ചെയ്ത് നോക്കാം. എന്നിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇക്വേഷൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. DS = അൺനോൺസ് മൈനസ് നോൺസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ അൺനോൺ എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻസും മെമ്പർ ഫോഴ്സസും ആയിരുന്നു. നോൺസ് എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയവും RRഉം ആയിരുന്നു. ഇനി നമ്മുടെ ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് 2Dയുടെ കേസിൽ 3M + RE - 3J + RR ആണ്. ഇനി ഓരോന്നും നമുക്ക് കൗണ്ട് ചെയ്യാം. എത്ര മെമ്പർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം, എത്ര ജോയിൻറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. സപ്പോർട്ട് റിയാക്ഷൻസ് നോക്കിയിട്ട് അവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻസിൻ്റെ എണ്ണം എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. ഫസ്റ്റ് മെമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം. എമ്മിൻ്റെ വാല്യൂ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്. മെമ്പർ 9, 9 മെമ്പേഴ്സാണുള്ളത്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഈ ക്വസ്റ്റ്യനിൽ 9 ആണ്. നെക്സ്റ്റ് REയുടെ വാല്യൂ എക്സ്റ്റേണൽ സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഒരു സപ്പോർട്ട് എത്രയും നോക്കാം. ഫിക്സ്ഡിന് നമ്മൾ പഠിച്ചത് 3 സപ്പോർട്ട് റിയാക്ഷൻസ്, 3. റോളറിന് പഠിച്ചത് 1, ഹിഞ്ചിന് പഠിച്ചത് 2. ഇനി പഠിച്ചത് നെക്സ്റ്റ് സ്പെഷ്യൽ കേസിന് പഠിച്ചത് 2. അത് കൗണ്ട് ചെയ്തെടുക്കാം. അടുത്തത് നമ്പർ ഓഫ് ജോയിൻറ്റ്സ് ആണ്. ജോയിൻറ്റ്സും ശ്രദ്ധിക്കുക, എത്ര ജോയിൻറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. ജോയിൻറ്റ് 10 ജോയിൻറ്റ്സ്. അപ്പോൾ Jയുടെ വാല്യൂ ഇവിടെ 10 ആണ്. ഇനി RR റിലീസ്ഡ് റിയാക്ഷൻസ് ഒന്നും തന്നെ ഇവിടെ അവൈലബിൾ അല്ല. ഇൻറ്റേർണൽ ഹിഞ്ച് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ ഹിയർ RR വാല്യൂ 0. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. M എന്ന് പറയുന്നത് 9 ആണ്. RE എന്ന് പറയുന്നത് 10 വന്നു. ഇനി 3J, Jയുടെ വാല്യൂ 10 ആയിരുന്നു. അപ്പോൾ 3 ടൈംസ് -3 × 10 വന്നു.
പ്ലസ് RR 0 ആണ്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. 7 ആണ് ആൻസർ വന്നത്. നമുക്കിവിടെ നെക്സ്റ്റ് മെത്തേഡിലും കൂടെ ചെയ്തിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യാം. സോ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് കാണാം, ജസ്റ്റ് ആഡ് ചെയ്യുക. DS ഈസ് ഈക്വൽ ടു DSE പ്ലസ് DSI ആണ്. DSEയുടെ ഇക്വേഷൻ RE മൈനസ് 3 ആയിരുന്നു. RE നമ്മൾ ഓൾറെഡി കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 10 എന്ന്. സോ 10 മൈനസ് 3 7 ആണ് കിട്ടി. ഇനി DSIയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. DSI നമ്മൾ പറഞ്ഞത് ഷോർട്ട് കട്ട് പറഞ്ഞിരുന്നു 3C മൈനസ് RR. C എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്ലോസ്ഡ് ലൂപ്സ് ആണ്. ഇവിടെ എല്ലാം ഓപ്പൺ ലൂപ്സ് ആണ്, ക്ലോസ്ഡ് ലൂപ്സ് ഒന്നുമില്ല. സോ ഓട്ടോമാറ്റിക്കലി C 0 ആയി. RRൻ്റെ വാല്യൂ 0 ആണ്. സോ അത് 0 ആണ്. സോ DS ഈക്വൽ ടു DSE തന്നെയാണ് വരിക, അതായത് 7 തന്നെ വരും. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ 7 കിട്ടി. സോ ഹിയർ ദ ആൻസർ ഈസ് DSൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. നമുക്കൊരു സ്പെഷ്യൽ കേസ് നോക്കാം. അതായത് വെൻ ലോഡ്സ് ആർ ഒക്കറിങ് ഇൻ എ ഗിവൺ സ്ട്രക്ചർ ദെൻ അക്കോർഡിംഗ്ലി നമ്പർ ഓഫ് റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഷാൽ ബി കൺസിഡേർഡ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട കേസ് ലോഡില്ലാതെ ഒരു ജസ്റ്റ് ഫ്രെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് എക്സ്റ്റേണൽ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇൻ കേസ് നമുക്ക് തരുന്ന ഒരു ഇതിൽ ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലത്തിൽ എക്സ്റ്റേണൽ ലോഡും കൂടെ തന്നിരുന്നതിൽ എന്തായിരിക്കും ഡിഫറൻസ് നോക്കാം. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് ഒത്തിരി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരേ കേസ് തന്നെ വിത്ത് ലോഡും വിത്തൗട്ട് ലോഡും കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ബീം, ആ ബീമിൽ നമ്മൾ ലോഡ് ഉള്ള കേസും ലോഡ് ഇല്ലാത്ത കേസും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ ചേഞ്ച് വരുന്നതെന്നാണ്. അപ്പോൾ അവിടെ ലോഡ് വരുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് റിയാക്ഷൻസും, അത് REയുടെ വാല്യൂം ചേഞ്ച് ചെയ്യും, അതുപോലെ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ആണ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ബീമിന് തന്നു. രണ്ട് കേസസ് ആയിട്ട് നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റിലെ വിത്ത് ലോഡ് കേസാണ്, റൈറ്റിലെ വിത്തൗട്ട് ലോഡ് കേസാണ്. DSൻ്റെ ഇക്വേഷൻ DS എന്ന് പറയുന്നത് എന്തായിരുന്നു? DSE പ്ലസ് DSI ആണ്. എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി പ്ലസ് ഇൻറ്റേർണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ആയിരുന്നു. ഇനി ഫസ്റ്റ് DSEയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ RE മൈനസ് 3 ആണ്. ഇതാണ് നമ്മുടെ നോർമൽ ഇക്വേഷൻ. നമ്മൾ പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു സ്പെഷ്യൽ കേസാണ്. അപ്പോൾ ഇവിടെ RE എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. ഇവിടെ 3 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ആണ്. ഇനി നമുക്ക് ഈ കേസിലേക്ക് ഇതിപ്പോൾ നമ്മൾ എഴുതി വെച്ചത് നോർമൽ കേസാണ്. നോർമൽ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കേസ്. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് വരും ഇതിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു സ്പെഷ്യൽ കേസ് ലോഡ് എക്സ്റ്റേണൽ ലോഡ് വരുമ്പോൾ നമ്പർ ഓഫ് റിയാക്ഷൻസ് അവിടെ ചേഞ്ച് ചെയ്യും, ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയവും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് REയുടെ വാല്യൂസ് ആണ് ഇവിടെ ബ്രാക്കറ്റിൽ ഓരോ സപ്പോർട്ടിൻ്റെ താഴെ എഴുതിയേക്കുന്നത് 2 1 2 എന്ന്. അപ്പോൾ RE എത്ര വന്നു? അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 സപ്പോർട്ട് റിയാക്ഷൻസ് ആണ് കിട്ടിയത്. അപ്പോൾ 5 എങ്ങനെയാണ് വന്നതെന്ന് ഒന്നുകൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം, ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്ന ഒരു ഫിക്സ്ഡ് സപ്പോർട്ടായിരുന്നു. ഫിക്സ്ഡ് സപ്പോർട്ടിൽ 3 ആയിരുന്നു നോർമലി നമ്മൾ പഠിച്ചത്. മാക്സിമം 3 സപ്പോർട്ട് റിയാക്ഷൻസ് അവിടെ പോസിബിളാണ്. അത് മാക്സിമം ആണ് കേട്ടോ. മാക്സിമം 3 സപ്പോർട്ട് റിയാക്ഷൻസ് പോസിബിളാണ്. അത് ഏതൊക്കെയായിരുന്നു? FIയും MZും FOXും ആയിരുന്നു. പക്ഷേ ഈ കേസിൽ ഇവിടെ വെർട്ടിക്കൽ ലോഡ് വരുന്ന കേസിൽ അവിടെ ഹൊറിസോണ്ടലായിട്ട് ഒരു സപ്പോർട്ട് റിയാക്ഷൻ ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ FOX എന്ന് പറയുന്നത് 0 ആണ്. അവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ മാക്സിമം അവിടെ 3 വരേണ്ടിയിരുന്ന കേസിൽ ഇവിടെ 2 മാത്രമാണ് ഫോം ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ റൈറ്റ് എൻഡിലും അതുപോലെ തന്നെ 2 തന്നെയാണ് വന്നിട്ടുള്ളൂ. ഇനി റോളറിൽ 1 തന്നെയാണ് പഠിച്ചത്. ഇവിടെ വേരിയേഷൻ ഒന്നും വരുന്നില്ല. 1 വെർട്ടിക്കൽ റിയാക്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് 1 തന്നെ. അപ്പോൾ ടോട്ടൽ REയുടെ വാല്യൂ 5 ആയി. അപ്പോൾ നമ്പർ ഓഫ് ഇക്വേഷൻസ്, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ 3 ആയിരുന്നു 2D കേസിൽ പഠിച്ചത്. പക്ഷേ ഇവിടെ 2 എണ്ണേ ഫോം ചെയ്യുന്നുള്ളൂ. അതായത് ഹൊറിസോണ്ടൽ സം ഓഫ് FOX എന്നുള്ള ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്പർ ഓഫ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അവിടെ 2 ആയി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്തു? DSEയുടെ ഇക്വേഷൻ RE മൈനസ് 3 എന്നുള്ളത് നോർമൽ കേസിൽ ഇക്വേഷൻ, നമ്മുടെ സ്പെഷ്യൽ കേസ് വന്നപ്പോൾ RE മൈനസ് 2 ആയി. അതായത് ഈ 2 എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ്റെ 3 മാറി 2 ആയതാണ്. ഇനി അപ്പോൾ എക്സ്റ്റേണൽ നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി ഇൻറ്റേർണലിൻ്റെ ഇക്വേഷൻ 3C മൈനസ് RR ആണ്. ഇതൊരു ബീമാണ്, ഇവിടെ ക്ലോസ്ഡ് ലൂപ്സ് ഒന്നുമില്ല. സോ C 0 ആണ്. സോ DSI 0 കിട്ടി. DSC എന്ന് പറയുന്നത് 5 മൈനസ് 2 3 കിട്ടി. ടോട്ടൽ DS എന്ന് പറയുന്നത് 3 തന്നെ കിട്ടി. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോവുകയാണ്. വിത്തൗട്ട് ലോഡ് കേസാണ്, നമ്മുടെ യൂഷ്വൽ കേസാണ്, നോർമൽ കേസാണ്. നമ്മൾ പഠിച്ചു വെച്ച ഇക്വേഷൻസ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ DSE എന്ന് പറയുന്നത് RE മൈനസ് 3 തന്നെയാണ്. വേരിയേഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. RE എന്ന് പറയുന്നത് 3 1 3, ടോട്ടൽ 7 ആണ്. 7 മൈനസ് 3 ദാറ്റ്സ് ഈക്വൽ ടു 4 വന്നു. ഇനി ഇൻറ്റേർണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 3C മൈനസ് RR ആണ്. 3C ക്ലോസ്ഡ് ലൂപ്സ് C 0 ആണ്. RR ഇവിടെ ഒന്നുമില്ല, 0. സോ DSI 0 വന്നു. അപ്പോൾ DS എന്ന് പറയുന്നത് DSE പ്ലസ് DSI ആണ്. അപ്പോൾ ഇവിടെ എത്ര വന്നു? 4 ആണ് വന്നത്. അപ്പോൾ നോക്കിക്കേ, ലോഡുള്ള കേസിൽ
സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 3 കിട്ടിയത്. ലോഡ് ഇല്ലാത്ത കേസിൽ 4 ആണ്. അപ്പോൾ ലോഡ് വരുന്നതിനനുസരിച്ച് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടേക്കാണ് വേരിയേഷൻ വരുന്നത്? നമ്പർ ഓഫ് റിയാക്ഷൻസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്, അതുപോലെ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ ലോഡ് വരുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ. മൂന്നാമത്തെ പ്രോബ്ലം ആണിത്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം DS = DSE + DSI. ഇവിടെ ഒരു പ്ലെയിൻ ഫ്രെയിമിൻ്റെ DS ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ DSEയുടെ ഇക്വേഷൻ RE - 3 ആണ്. ഓരോ സപ്പോർട്ട് റിയാക്ഷൻസ് എൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. 3 2 1 1 3 2 3, ഫിക്സ്ഡിന് 3, ഹിഞ്ചിനാണെങ്കിൽ 2. ഇനി DSIയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഷോർട്ട് കട്ട് 3C - RR ആണ്. സി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ലൂപ്പാന്ന് പറഞ്ഞു. ഇവിടെ 2 ക്ലോസ്ഡ് ലൂപ്പുണ്ട്, അതാണ് ഒരു ആരോ ഇട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. 2 ക്ലോസ്ഡ് ലൂപ്പുണ്ട്. സോ സി എന്ന് പറയുന്നത് 2 ആണ്. 3C - RR. RR എന്ന് പറയുന്നത് എന്തായിരുന്നു? റിലീസ്ഡ് റിയാക്ഷൻസ് ആയിരുന്നു. 4 സ്പെഷ്യൽ ടൈപ്പ് റിലീസ്ഡ് റിയാക്ഷൻസ് അവിടെ ഉണ്ട്. ആൻഡ് ഇക്വേഷൻസ് പഠിച്ചിരുന്നു. സം ഓഫ് M' - 1. അപ്പോൾ അത് ഓരോന്നിൻ്റെ അതിൻ്റെ മുകളിൽ തന്നെ എഴുതാണ്. ഫസ്റ്റ് RR എന്ന് പറയുന്നത് M' എന്ന് പറയുന്നത് എത്ര മെമ്പേഴ്സ് ആ റിലീസ്ഡ് റിയാക്ഷനോട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു. അപ്പോൾ ഓരോന്നിൻ്റെ ഫസ്റ്റ് 1 2 - 1 = 3 = 1. രണ്ടാമത്തെ 2 - 1 = 1. അടുത്ത നമ്മൾ പറഞ്ഞു സ്റ്റെപ്പായിട്ട് കൊടുക്കുന്നു. അത് രണ്ടെണ്ണം അറ്റ് ദ സെയിം ടൈം റിലീസ് ചെയ്യിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ വാല്യൂ നമ്മളവിടെ ഞാൻ പറഞ്ഞു സ്പെഷ്യൽ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ വാല്യൂ = 2 ആയിരുന്നു അവിടെ RR. ഇനി ഇൻറ്റേർണൽ ഹിഞ്ചിനും സം ഓഫ് M' - 1 2 - 1 = 1 തന്നെ വരും. സോ RRൻ്റെ ഇക്വേഷൻ ടോട്ടൽ RR എന്ന് പറയുന്നത് 5 വരും. അപ്പോൾ DSI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 3C - RR 3 × 2 - 5 = 6 - 5 ദാറ്റ്സ് = 1 വരും. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ DSE + DSI വരുമ്പം ടോട്ടൽ 5 + 1 = 6 എന്ന് വരും. DSEയുടെ നമുക്ക് ഒരു കൺവെൻഷണൽ മെത്തേഡിലും കൂടെ ഡയറക്റ്റ് ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 3M + RE - 3J + RR ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് മെമ്പേഴ്സും ജോയിൻസും കൂടെ കൗണ്ട് ചെയ്യണം. അപ്പോൾ കൺവെൻഷൻ മെത്തേഡിൽ DS എന്ന് പറയുന്നത് 3M + RE - 3J + RR ആണ്. അപ്പോൾ നമുക്ക് മെമ്പേഴ്സിനെ കൗണ്ട് ചെയ്യാം. റെഡ് ഇങ്കിലാണ് ഇവിടെ മെമ്പേഴ്സ് എഴുതുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ആൻഡ് 15 മെമ്പേഴ്സാണുള്ളത്. സോ എമ്മിൻ്റെ വാല്യൂ 15 ആയിരുന്നു. RE നമ്മൾ ഓൾറെഡി കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. RE നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 8 ആണ്. സോ RE നമുക്ക് 8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ജോയിൻസ് കൗണ്ട് ചെയ്യണം. സോ ജോയിൻസ് ബ്ലൂ ഇങ്കിലാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ജോയിൻസ് ഓരോ സപ്പോർട്ട് റിയാക്ഷൻസും ജോയിൻ്റ് ആണ്. 1 2 3 അതുപോലെ തന്നെ ഈ റിലീസ്ഡ് റിയാക്ഷൻസും ജോയിൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. 4 5 അതുപോലെ ഫ്രീ എൻഡും നമ്മൾ ജോയിൻസ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ജോയിൻസ് നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ കൗണ്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ 14 ജോയിൻസ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ജെയുടെ വാല്യൂ 14 എന്ന് കൊടുക്കാം. RRൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. RR നമുക്ക് 5 എന്നായിരുന്നു കിട്ടിയിരുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ എഗെയിൻ 3 + 3 6 എന്ന് തന്നെ കിട്ടി. 3 + 3 = 0. അപ്പോൾ രണ്ട് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും നമുക്ക് DSൻ്റെ വാല്യൂ 6 ആണ്. ഈ രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ഈ മെമ്പേഴ്സും ജോയിൻസും കൗണ്ട് ചെയ്യൽ ഇത്തിരി tedious ആയ പ്രോസസ്സാണ്. അപ്പോൾ എപ്പോഴും ബെറ്റർ ഫസ്റ്റ് മെത്തേഡ്, അപ്പോൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും DSE + DSI. ഇനി വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഇക്വേഷനൂടെ ചെയ്ത് നോക്കി വെരിഫൈ ചെയ്യാം. ഇപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ബീമിൻ്റെയും ഫ്രെയിമിൻ്റെയും കേസസ് ആയിരുന്നു. ഇനി നമുക്കൊരു പിൻ ജോയിൻറ്റഡ് ട്രസ്സസിൻ്റെ കേസ് നോക്കാം. ഇവിടെ ഇക്വേഷൻസിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ മെമ്പർ ഫോഴ്സസ് ഒക്കെ ട്രസ്സിൻ്റെ കണ്ടപ്പോഴും ബീമിൻ്റെ കണ്ടപ്പോഴും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ആ ഒരു മെമ്പറിലെ ജോയിനിലെ കേസസിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എടുക്കുന്ന കേസസിലാണെങ്കിൽ മെമ്പേഴ്സിൻ്റെ ഫോഴ്സ് എടുക്കുന്ന കാര്യത്തിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. നമ്മുടെ മെയിനായ ഇക്വേഷൻ സെയിം തന്നെയാണ്. DS എന്ന് പറയുന്നത് എപ്പോഴും അൺനോൺ ഫോഴ്സസ് മൈനസ് നോൺ ഫോഴ്സസ് തന്നെയാണ് DS.
അപ്പോൾ ഇവിടെയും ഇക്വേഷൻ അത് തന്നെ. അപ്പോൾ ഇവിടെയും അൺനോൺ എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻസും മെമ്പർ ഫോഴ്സസുമാണ് അൺനോൺ ഉള്ളത്. നോൺ എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയവും റിലീസ്ഡ് റിയാക്ഷൻസുമാണ് നോൺ. ഫസ്റ്റ് നമ്മൾ 2D ട്രസ്സിൻ്റെ കേസാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. 2D ട്രസ് നമുക്ക് ഇക്വേഷൻസ് നോക്കാം. ഇവിടെ അൺനോൺ എന്ന് പറയുന്നത് m+re മൈനസ് 2j. അപ്പോൾ ഇവിടെ എന്താ വേരിയേഷൻ വന്നേ നോക്കാം. മറ്റേടത്ത് 3 ടൈംസ് m ആയിരുന്നു. അവിടെ ഒരു മെമ്പറിൽ 3 ഫോഴ്സസ് ഉണ്ടായിരുന്നു. ട്രസ്സിൻ്റെ കേസിൽ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ഒരു ആക്സിയൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സോ എമ്മിന് പ്രിഫിക്സ് ഒന്നുമില്ല. ആറി തന്നെ. അതുപോലെ തന്നെ 2j ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഇവിടെ 2 എണ്ണേ ഉള്ളൂ. 2Dയുടെ കേസിൽ 3Dയുടെ കേസിൽ 3 എണ്ണം. അപ്പോൾ 2Dയിൽ വരുന്ന ഇക്വേഷൻ m+re മൈനസ് 2jയും 3Dയുടെ കേസിൽ m+re മൈനസ് 3j ആണ്. അതിലൊരു പിൻ ജോയിൻറ്റ് സ്ട്രെസ്സസിൽ RR റിലീസ്ഡ് റിയാക്ഷൻ, അതായത് ഇൻറ്റേർണൽ ഹിഞ്ച് ഒന്നും ഒരിക്കലും പോസിബിൾ അല്ല. സോ RR ഒന്നും ഇവിടെ വരത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്രയും പഠിച്ചാൽ മതി. പ്ലെയിൻ സ്ട്രെസ് ആണെങ്കിൽ m+re മൈനസ് 2j, സ്പേസ് സ്ട്രെസ് ആണെങ്കിൽ m+re മൈനസ് 3j. Please subscribe and share this video.